ഹലോ ഫ്രണ്ട്സ്, നന്ദൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മധുരസേവ. അത് കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഇതുവരെ എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ലൈക്ക് ചെയ്യണം. അതിലുണ്ടാകുന്ന ആ ഒരു ചെറിയ ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഓൾ അമർത്താനും മറക്കരുത് കേട്ടോ. അന്നേരം നമുക്ക് വീഡിയോസിലേക്ക് പോയാലോ. ഞാൻ 250 ml ഒരു കപ്പാണ്. ഇതിന് 3 കപ്പ് നമ്മുടെ കടലമാവാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ല, ഇത് 2 കപ്പാണ് ഞാൻ ഇട്ടത്. കഴിഞ്ഞ് ഞാനിതിൻ്റെ അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് വേണ്ടുന്നത് ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ഒക്കെ ഇതിലേക്ക് ഇടാം. 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ചുപ്പ്, പിഞ്ചെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിയും ഒരു ശകലം മതി കേട്ടോ. അതിന് മധുരം ഒന്ന് നമുക്ക് ഇടേണ്ടത് കൊണ്ട് ഒത്തിരി ഉപ്പ് ആവശ്യമില്ല. അന്നേരം കുറച്ച് ഉപ്പ് മതി. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്ക് അല്പം എണ്ണ തൂത്തിട്ട് നമ്മളിത് ചെയ്യുവാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ഞാനൊരു സേവനാഴിയിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ എണ്ണ തൊട്ടിട്ട് വേണം ഇത് ഇതിലേക്ക് ആക്കാനായിട്ട്. എൻ്റെ കയ്യിൽ മധുരസേവയുടെ ചില്ലില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് മുറുക്കിൻ്റെ ചില്ലാണ് ഇട്ടിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒത്തിരി തീ ഇടണ്ട, നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇതിലേക്ക് നല്ല തിരിച്ചിട്ട് ഒക്കെ തിരിച്ചും മറിച്ച് വിട്ടത് നന്നായിട്ട് മുരിച്ചെടുക്കാം. അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ മധുരസേവയെല്ലാം ഞാൻ നന്നായിട്ട് വറുത്തെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കടുത്തത് ഇവിടെ പാനിൽ
ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിന് തന്നെ 1/4 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം. നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അന്നേരത്തേക്കും നമുക്ക് തീരെ തീ കുറച്ച് വയ്ക്കാം. അപ്പോൾ നല്ല ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു പൊട്ടുന്ന പരുവം. അതിൽ നമുക്ക് നമുക്കത് തീരെ സിമ്മിലേക്ക് മാറ്റാം. നമുക്കത് നല്ല നിർത്തിയിട്ട് കുറേച്ച് ചൂടയിലിട്ട് ഒരു പാത്രത്തിലേക്ക് വേഗം എടുക്കണം. അതിലിട്ടുകൊണ്ടിരിക്കരുത്. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതുപോലെ എല്ലാ സ്ഥലത്തും നന്നായിട്ട് ഇളക്കി യോജിച്ചിട്ട് പെട്ടെന്ന് എടുത്ത് മാറ്റണം. അങ്ങനെ നമ്മുടെ മധുരസേവയല്ല, നമ്മൾ പാനിയിലൊക്കെ ഇട്ട് നമ്മുടെ പഞ്ചസാര പാനിയിലിട്ട് അത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാൻ നേരത്തെ ഇത് ഇച്ചിരി പൊടിച്ച് വെച്ചിട്ട് വേണമെന്നുള്ളവർക്ക് മാത്രം മതി. 2 ഏലക്ക ഇട്ട് ഞാൻ പഞ്ചസാര നന്നായിട്ട് പൊടിച്ച് വെച്ചിരുന്നു. ഇത് പഞ്ചസാര പൊടി ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് ഇതേപോലെ ചെയ്താലും മതി. നമുക്ക് അന്നേരം അതും കൂടെ ഒന്ന് ചേർക്കാം. ആ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നന്നായിട്ട് അതൊന്ന് കുടഞ്ഞെടുക്കാം. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മധുരസേവ റെഡി ആയിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കി. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ മധുരസേവ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം.